ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു ഞാൻ വാഴ്വോടണഞ്ഞിടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തു ഞാൻ മാർവോടണഞ്ഞിടുമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് ഇടപെടുന്ന വചനം 65-ാം സങ്കീർത്തനം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഉലുക്കി അവൾക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ച് നികത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ആമേൻ. ഒരു അനുഗ്രഹത്തിൻ്റെ നിറഞ്ഞ അനുഭവം നൽകുന്ന വചനം. ഈ അനുഗ്രഹത്തിൻ്റെ മുഴുവൻ നിറവുകളുടെയും കാരണം എന്താ? ഒറ്റ വാക്ക്: ദൈവം സന്ദർശിക്കുന്നു. ദൈവം നമ്മെ സന്ദർശിച്ചാൽ, ദൈവം നമ്മെ ഒന്ന് സന്ദർശിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരിടവും ഹാർഡായോ തകർന്നോ വരണ്ടോ കുഴഞ്ഞോ കിടക്കുകയില്ല. എവറി ഏരിയ നാം അനുഗ്രഹിക്കപ്പെടും. സന്ദർശിച്ചു. അടുത്ത വാക്ക് അവിടെ നനയുന്നു, പുഷ്ടിയുള്ളതാകുന്നു, നിറഞ്ഞിരിക്കുന്നു, ധാന്യം കൊടുക്കുന്നു, അനുഗ്രഹമാകുന്നു, മുള കിളിർത്തു വരുന്നു, നന്മകളാൽ സംവത്സരങ്ങൾ അലങ്കരിക്കുന്നു, മരുഭൂമികൾ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, ഉല്ലാസം ധരിക്കുന്നു, ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. ജീവിതം മുഴുവൻ മാറുന്നത്, എല്ലാ ഏറിയയും അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ സന്ദർശനമാണ്. എന്താ ഈ വചനം ഇന്ന് നമുക്ക് കർത്താവ് തരുന്നേ? ദൈവം നമ്മെ സന്ദർശിക്കാൻ പോവാ. ദൈവം നമ്മുടെ ദേശത്തെ സന്ദർശിക്കാൻ പോവാ. ദൈവം നമ്മുടെ രാജ്യത്തെ സന്ദർശിക്കാൻ പോവാ. യെസ്, നിങ്ങൾ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കണം: കർത്താവേ, ഞങ്ങളെ ഒന്ന് വിസിറ്റ് ചെയ്യണേ. വേദപുസ്തകത്തിനകത്ത് ദൈവം സന്ദർശിക്കുന്നു എന്ന ഭാഗം ശ്രദ്ധിച്ചാൽ പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ പഴയതുപോലെയല്ല. സാറയെ സന്ദർശിച്ചു, വാഗ്ദത്തങ്ങൾ നടക്കപ്പെട്ടു. മിസ്രൈമിൽ ഒന്ന് സന്ദർശിച്ചു, ഇസ്രായേൽ പുറത്തു വന്നു. ആ ബേതേലിനെ ഒന്ന് സന്ദർശിച്ചു, ബേതൽഹേമിനെ സന്ദർശിച്ചു. എല്ലാ സാഹചര്യങ്ങൾ മാറി. ഒരു വിധവയുടെ മരിച്ചുപോയ കുഞ്ഞിനെ ഉയർപ്പിച്ചപ്പോൾ ജനം പറഞ്ഞൊരു കാര്യമാണ്: ദൈവം നമ്മെ സന്ദർശിക്കുന്നു. അപ്പൊ ദൈവം സന്ദർശിക്കുകയാണ്, ലൈഫ് ടോട്ടൽ മാറും. നമ്മുടെ ജീവിതമൊക്കെ അത്ഭുതമാകാൻ വേണ്ടിയുണ്ടല്ലോ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ മതി. ആ പ്രാർത്ഥന നടന്നാലുണ്ടല്ലോ ലൈഫ് ടോട്ടലി മാറും. ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന തരികയാണ്: കർത്താവേ, ഞങ്ങളെ ഒന്ന് സന്ദർശിക്കണേ. സന്ദർശിച്ചാൽ നനയ്ക്കപ്പെടും, അഭിവൃദ്ധി പ്രാപിക്കും, സ്തോത്രം നിറയപ്പെടും, കവിഞ്ഞൊഴുക്കൽ നടക്കും.
അതിനകത്ത് വളരെ മനോഹരമായൊരു കാര്യം എനിക്കുണ്ട് പറയാൻ. അവൻ കട്ടകളെ ഉടയ്ക്കും. നിന്റെ അകത്ത് ദൈവം നൽകിയ ചില നല്ല വിത്തുകളുണ്ട്. പക്ഷെ ആ വിത്തുകളെ തകർത്ത് കളഞ്ഞ ചില കട്ടകളുണ്ട്. ദൈവം അതിനെ ഉടയ്ക്കും. ദൈവത്തിൻ്റെ എന്തൊക്കെയോ വിത്തുകൾ നിന്റെ അകത്തുണ്ട്. ഉണർവിൻ്റെ വിത്തുകൾ, പ്രാർത്ഥനയുടെ വിത്തുകൾ, അഭിഷേകത്തിൻ്റെ വിത്തുകൾ, വിശുദ്ധ ജീവിതത്തിൻ്റെ വിത്തുകൾ, നന്മയുടെ വിത്തുകൾ. കാരണം ദൈവം നമുക്ക് തരുന്നൊന്നും വൃക്ഷങ്ങളല്ല, വിത്തുകൾ. അതിനെ വൃക്ഷമാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്രാർത്ഥനയാണ്. ദൈവം പറയുകയാണ്, അവൻ കട്ടകളെ ഉടച്ച് അതിൻ്റെ മുളയെ അവൻ അനുഗ്രഹിക്കും. അവൻ ചിലതൊക്കെ ഉടച്ചു കളയാൻ പോകട്ടോ. നിന്റെ ജീവിതത്തിൻ്റെ നന്മകളെയൊക്കെ തകർക്കുന്ന, അഭിഷേകത്തെയൊക്കെ തകർക്കുന്ന ചിലതിനെ കർത്താവ് ഇടിച്ചു കളയാൻ പോകും. എന്നും നീ പ്രാർത്ഥിച്ചില്ല, കർത്താവേ ഈ ഒരു ഏരിയയിൽ എനിക്ക് വിടുവിക്കപ്പെടുകയാണെങ്കിൽ കുറച്ച് എനിക്ക് ഉപയോഗിക്കപ്പെടാമെന്ന്, ഈ ഒരു പ്രശ്നം മാറിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പ്രയോജനപ്പെടാമെന്ന്. അത് നിന്റെ ജീവിതത്തിൻ്റെ ഒരു കട്ടയാണ്. കർത്താവ് പറയുന്നു, ഞാനതിനെ ഉടയ്ക്കും. നിന്റെ മനസ്സിലെ ആ കുടുംബത്തിനെ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടുകയായിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞിനെ ഈ ഒരു ഏരിയ ഒന്ന് വിടുവിക്കപ്പെടുകയായിരുന്നു, എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു സ്ഥലത്ത് എനിക്കൊരു ജയം ലഭിച്ചിരുന്നെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ഉൾത്തടങ്ങളിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആ കുറവുകളെ കർത്താവ് ഇടിച്ചു കളയാൻ പോവാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ ഒന്ന് സന്ദർശിക്കണേ. ആ ഒരൊറ്റ പ്രാർത്ഥന ജീവിതത്തെ മാറ്റിമറിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പം തന്നെ പ്രാർത്ഥിക്കാം. യേശുവ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ ഒന്ന് സന്ദർശിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളെ സന്ദർശിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരും. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവെ, ഞങ്ങൾ പണിയപ്പെടും. കർത്താവെ, ഞങ്ങൾ വാഗ്ദത്തങ്ങളെ പ്രാപിക്കും. ഞങ്ങൾക്കൊരു പുറപ്പാടുണ്ടാകും. യേശുവെ, ഈ ആലോചനകളെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഒരു സന്ദർശനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് അയക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കർത്താവെ അങ്ങ് സന്ദർശിച്ച് കർത്താവരുടെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന വിത്തുകളെ കർത്താവെ അതിനെ മുളപ്പിക്കുമാറ് പരിശുദ്ധാത്മാവെ അങ്ങ് വലിയ കൃപകളെ പകരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. കർത്താവെ, ഈ മക്കളെ സന്ദർശിക്കണം, ഈ കുടുംബത്തെ സന്ദർശിക്കണം. കർത്താവെ, വലിയ അനുഗ്രഹത്തിനായിട്ട് അവരെ ഒരുക്കണം. ഞങ്ങൾ കുടുംബമായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ഈ ഒരു പ്രാർത്ഥന മുറുകെ പിടിച്ചു പോവുക. ഗോഡ് ബ്ലെസ് യു.